ത്രികോണ പോരാട്ടത്തിന്റെ ചൂടറിയുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം വലിയ പ്രചാരണമാക്കി UDFും NDAയും. വിശ്വാസ സംരക്ഷണത്തിന് കൂട്ടുനിൽക്കുന്ന UDFിന് ഭക്തർ വോട്ട് ചെയ്യുമെന്ന് സ്ഥാനാർത്ഥി ശരത് ചന്ദ്ര പ്രസാദ് പറഞ്ഞു. കൊള്ളയിൽ ഭക്തർക്കുള്ള വേദന വോട്ടിൽ പ്രതിഫലിക്കുമെന്ന വിശ്വാസമാണ് NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ പങ്കുവയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന് ആരും കരുതേണ്ടെന്ന് LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രനും പറയുന്നു. ശബരിമല വിവാദം എപ്പോൾ ഉണ്ടായാലും അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. അതിന്റെ കാരണം കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആയതുകൊണ്ട് തന്നെ. 2021 ശബരിമല യുവതീ പ്രവേശനമായിരുന്നു ചർച്ചയെങ്കിൽ ഇപ്രാവശ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് തെരഞ്ഞെടുപ്പിൽ UDFന്റെയും NDAയുടെയും പ്രചരണ വിഷയം. എന്നാൽ വിശ്വാസികളെ കബളിപ്പിച്ച് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന് കരുതേണ്ടെന്ന് LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ. തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും പെട്ടുപോയാൽ കാര്യമിളകി ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കുറ്റവാളികൾ ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതിൻ്റെ പേരിൽ കലക്കവെള്ളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മീൻ പിടിക്കാൻ ശ്രമം നടത്തണ്ട. സ്വർണ്ണക്കൊള്ള നടത്തിയവരെ പിടിക്കാൻ ശബരിമലയിലെ പുലി ഇറങ്ങിയെന്ന് UDF സ്ഥാനാർത്ഥി T ശരത്ചന്ദ്ര പ്രസാദ്. അത് വിശ്വാസികളുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അയ്യപ്പന്റെ പുലി ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ പുലി ആദ്യം ഇറങ്ങുമ്പോൾ ആദ്യം ഓടുന്നയാളൊക്കെ പോവും. അടുത്ത ആ പുലി ഇറങ്ങുന്നതിന് സഹായിച്ച ആളുകളുണ്ട്. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച കേന്ദ്ര ഗവൺമെന്റുണ്ട്. സ്വർണ്ണക്കൊള്ളയിലെ സത്യം പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നും ഭക്തരുടെ അമർഷം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങളെ, പ്രത്യേകിച്ച് ഭക്തരായിട്ടുള്ള ആളുകളെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു കാര്യമാണ്. ആ വേദനയിൽ അവർക്കുള്ള അമർഷം അത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ അവർ പ്രകടിപ്പിക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല. UDFും NDAയും വിശ്വാസ വിഷയം ചർച്ചയാക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രചരണത്തിൽ മുൻനിരയിലുള്ളത്. മീഡിയ 1 തിരുവനന്തപുരം.